ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർകുളം സൈനുദ്ദീൻ. ഇപ്രാവശ്യം ഷെയർ മാർക്കറ്റുമായിട്ടല്ല വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം പുതിയ ഒരു എപ്പിസോഡുമായിട്ട് നമ്മൾ എഴുത്തിനെ കുറിച്ചാണ് പറയുന്നത്. എഴുത്തിൻ്റെ കാര്യത്തിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള നിരവധി കോളങ്ങളൊക്കെ ചെയ്തിട്ടുള്ള മലയാളം ന്യൂസിലും മറ്റും അങ്ങനെയുള്ള ഒരു ആളാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ തുടരുകയാണ്. അപ്പോൾ ശ്രീ ഹാറൂൺ കക്കാടിന് താങ്കളുടെ എഴുത്ത് വഴിയെക്കുറിച്ച് പറയാം. എല്ലാവർക്കും ഒരു എഴുത്തിനൊരു വഴികളുണ്ട്. ഹാറൂൺ കക്കാടിനും എഴുത്തിൻ്റേതായ ഒരു വഴിയുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് വിശദീകരിക്കും. നമസ്കാരം. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരി പഞ്ചായത്തിൽപ്പെട്ട കക്കാട് സ്വദേശിയാണ്. ചെറുപ്പകാലം തൊട്ട് തന്നെ എഴുത്തിനോടുള്ളൊരു ആഭിമുഖ്യം ഉണ്ടാവാനുള്ള കാരണം ഞങ്ങളുടെ നാട്ടിൽ KPR സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം എന്നൊരു സ്ഥാപനമുണ്ട്. KPR എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന KP അബൂബക്കർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നാട്ടുകാർ വായന ഇഷ്ടപ്പെടുന്ന, അക്ഷരത്തെ സ്നേഹിക്കുന്ന ആളുകൾ സ്ഥാപിച്ച ഒരു ഗ്രന്ഥാലയമാണ്. ഈ ഗ്രന്ഥാലയത്തിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കക്കാട് ഗവൺമെൻറ് LP സ്കൂളിലായിരുന്നു എൻ്റെ പ്രാഥമിക പഠനം. അവിടെ പഠിക്കുന്ന കാലത്ത് തന്നെ ഇവിടെ വരുന്ന പത്രങ്ങളും പ്രസിദ്ധീകരണവും വായിക്കാനുള്ളൊരു ജിജ്ഞാസ നൈസർഗികമായി തന്നെ നമ്മളുണ്ടായിട്ടുണ്ട്. അതിന് കാരണം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞങ്ങളുടെ തൊട്ടടുത്ത നാട്ടുകാരനാണ് ഇന്ന് മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരൻ ഡോക്ടർ MM കാരശ്ശേരി മാഷ് ഈ ലൈബ്രറിയിൽ വന്നിട്ടാണ് മിക്ക പുസ്തകങ്ങളും വന്ന് വായിച്ചിരുന്നത്. അത് അദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ രൂപപ്പെടുത്തുന്നതിൽ ഈ വായനശാലയുടെ പങ്ക്. ഈ വായനശാലയിൽ നിന്ന് പലതും വായിക്കുന്ന കൂട്ടത്തിൽ എനിക്കൊരിക്കൽ തോന്നുകയാണ്, എന്തുകൊണ്ട് നമുക്കും ഇതുപോലെയുള്ള പ്രസിദ്ധീകരണങ്ങളായിക്കൂടാ. അങ്ങനെ അന്ന് സ്കെച്ച് പേനയും പിന്നെ A4 പേപ്പറും വാങ്ങി ഞാനും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന മാളിയേക്കൽ ഹുസൈൻ, അതുപോലെ ചാമക്കാലയിൽ ഷെരീഫ്, ഞങ്ങൾ 3 പേർ കൂടി ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയാണ്. 3 അംഗ ക്ലബ്ബ്. അതിൻ്റെ പേര് സാഹസം എന്നാണ്. ഇതിൻ്റെ കീഴിൽ ഞങ്ങൾ സാഹസം കയ്യെഴുത്ത് മാസിക തുടങ്ങുന്നു. ഇതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചിട്ടുള്ളത് പിൽക്കാലത്ത് ഒരുപാട് ലേഖനങ്ങൾ എഴുതിയ, ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ CP ചെറിയ മുഹമ്മദായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ വ്യത്യസ്ത വിഷയങ്ങൾ എഴുതും. പല പേരിൽ ഞാൻ തന്നെ എഴുതും. ഇതാണ് സത്യം പറഞ്ഞാൽ എഴുത്തിനോടുള്ള ആഭിമുഖ്യം വളർത്തുന്നതിനുള്ള തുടക്കം. പിന്നീട് UP സ്കൂൾ ഞാൻ പഠിക്കുന്നത് തൊട്ടടുത്ത ഉമ്മയുടെ അയൽപ്രദേശം, ഉമ്മയുടെ നാടായ കൊടിയത്തൂർ, സൗത്ത് കൊടിയത്തൂർ UP സ്കൂളിലാണ്. അത് കഴിഞ്ഞ് ഹൈസ്കൂൾ ഞങ്ങളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഹൈസ്കൂളായ PTM ഹൈസ്കൂളിലാണ് കൊടിയത്തൂർ. ഇവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഇതുപോലെയുള്ള കയ്യെഴുത്ത് മാസികകൾ നമ്മൾ ഇറക്കുന്നു. അതിന് അന്നത്തെ അധ്യാപകർ വലിയ നിലക്കുള്ള പ്രോത്സാഹനം നമുക്ക് തരികയാണ്. പിന്നീട് കോളേജ് പഠനത്തിലേക്ക് പോകുന്നത് അരീക്കോട് കോളേജിലെത്തിയപ്പോഴാണ് അവിടുത്തെ സ്റ്റുഡൻസ് മാഗസിൻ എഡിറ്ററായി വരുന്നു. പിന്നീട് BA അറബിക്ക് പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ ജേർണലിസത്തിനോടുള്ള താല്പര്യം കൊണ്ട് ജേർണലിസം ഡിപ്ലോമ ചെയ്യുന്നു. അവിടെയൊക്കെ ഇങ്ങനെ കയ്യെഴുത്ത് മാസികകളിലേക്ക് വന്നു. അങ്ങനെയാണ് ഈ എഴുത്തിലേക്കുള്ള ഒരു ആഭിമുഖ്യം വളരാനുള്ള കാരണമായി വന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം നമുക്ക് ശ്രീ ഹാറൂൺ കക്കാടിനോട് ചോദിക്കാനുള്ളത്, ഹാറൂൺ കക്കാടിനെ ഞാൻ പരിചയപ്പെടുന്നു പറഞ്ഞാൽ മലയാളം ഒരു കാലത്ത് ഈ ഇറാഖ് വാർ നടന്ന കാലം, ജോർജ് ബുഷ് രണ്ടാമൻ ജൂനിയർ, അതായത് ബുഷിൻ്റെ മകൻ, അദ്ദേഹം അധികാരം പിതാവിനോടുള്ള വൈരാഗ്യം തീർക്കാനും കൂടിയായിരുന്നു ഈ ഇറാഖ് യുദ്ധം സംഘടിപ്പിച്ചത് അല്ലെങ്കിൽ ഉണ്ടായതെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ എന്തായാലും വലിയ ഒരു സംഭവമാണ്. അക്കാലത്ത് നമ്മളൊക്കെ മലയാളം ന്യൂസിൽ നിരന്തരം ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു. ഒരിക്കലും യുദ്ധത്തിലൂടെ പിടിച്ചടക്കാനോ തോൽപ്പിക്കാനോ കഴിയില്ല. ഒരു ഡൈനാസ്റ്റിയും എല്ലാ കാലം നിൽക്കില്ല. അതിന് ദാരിയൂഷ് കിങ്ഡം പോലുള്ള അതിന് ഉദാഹരണമാണ്. നമ്മളത് ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു മലയാളം ന്യൂസിൽ. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ കോളങ്ങൾ ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ ആ കാര്യം പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ നിരന്തരം കോളങ്ങൾ നമ്മൾ കാണുന്നുണ്ട് മലയാളം ന്യൂസ് നിങ്ങൾക്കൊക്കെ അറിയാം. മലയാളത്തിലെ വിദേശത്തു നിന്നുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പറഞ്ഞാലും വിദേശം മൊത്തത്തിൽ നിന്ന് നമുക്ക് പറയാം. കാരണം നിങ്ങൾക്ക് വായനക്കാർക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ശ്രോതാക്കൾക്കും അറിയാം. നമ്മൾ മലയാളത്തിൽ അന്നൊരു പത്രം, ഇന്ത്യയിൽ നിന്നുള്ളൊരു പത്രം തന്നെ പുറം രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ആ കാലത്താണ് മലയാളം ന്യൂസ് എന്ന് പറയുന്ന പത്രം സൗദി അറേബ്യയിൽ നിന്ന് വരുന്നത്. നമ്മളെ മലയാളികളായിട്ടുള്ള ഇതിനോട് താല്പര്യമുള്ള കുറേ ആളുകളും കുറച്ച് ബിസിനസ്സുകാരും കൂടിയിട്ട് അക്കാലത്ത് ഇദ്ദേഹം ഇതിൽ കോളം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം ഇതുപോലെ തന്നെ എൻ്റെ എഴുത്തിനെ കുറിച്ചൊരു അദ്ദേഹത്തിൻ്റെ കോളത്തിൽ ഉൾപ്പെടാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി എന്നൊക്കെയാണ്. പിന്നെ അദ്ദേഹത്തിന് അതുപോലെ പുടവ പല മാസികകളിലും മുഖ്യധാര പ്രസിദ്ധീകരണങ്ങളിലൊക്കെ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ എഴുത്തിലൂടെ നിങ്ങൾക്ക് ആളുകളായിട്ടുള്ള ഒരു ബന്ധം, അതല്ലെങ്കിൽ എഴുത്തിനെ കുറിച്ച് പ്രത്യേകിച്ചും ഈ വിദേശത്തിരുന്നുകൊണ്ട് ഇത്തരം യുദ്ധങ്ങളൊക്കെ നമ്മൾ കാണുന്നു, മറ്റ് മനുഷ്യത്വപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നു, അതിജീവനത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ എഴുത്തിന് എങ്ങനെ ഈ
ബാധിക്കുന്നു, അല്ലെങ്കിൽ എഴുത്ത് എങ്ങനെ അതിനുവേണ്ടി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചുരുക്കി പറയാമോ? ഞാൻ സത്യത്തിൽ ആദ്യമായി എഴുതി തുടങ്ങിയത് കഥകളും കവിതകളുമാണ്. എൻ്റെ പല കഥകളും അന്ന് ചന്ദ്രികയിലും മാധ്യമത്തിലൊക്കെ വന്നിട്ടുണ്ട്, ചെറിയ ചെറിയ കഥകൾ. പക്ഷേ ആ സർഗ സാഹിത്യത്തിൽ നിന്ന് ഒരു ട്വിസ്റ്റ് വഴിമാറി ഞാൻ ഒരു വൈജ്ഞാനിക സാഹിത്യത്തിലേക്ക് വരാനുള്ള കാരണം, പ്രത്യേകിച്ച് നമ്മൾക്കിടയിലുള്ള ഒരുപാട് പ്രതിഭകൾ, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ എഴുത്തും വായനയും ജീവിത സബരിയാക്കിയ ഒരുപാട് ആളുകളുണ്ട്. വളരെ പ്രമുഖരായ, ഇപ്പോൾ MTO അല്ലെങ്കിൽ മുകുന്ദൻ സാറോ പോലെയുള്ള പ്രമുഖ ആളുകൾക്കറിയാം. അതിൻ്റെ തൊട്ട് താഴെ ഒരുപാട് 10ഉം 20ഉം 30ഉം ഒക്കെ പുസ്തകങ്ങൾ എഴുതിയ മലയാളി പ്രതിഭകളെ ലോകം അറിയാതെ പോകുന്നു. അപ്പോൾ അവരുടെ സേവനങ്ങൾ അറിയണം. അത് വായനക്കാർ എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ ഉണ്ടാകുന്നത്, ഏത് വഴിയിലാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് അറിയാൻ വേണ്ടി അവരെക്കുറിച്ചുള്ള ഒരു പഠനം ഞാൻ നടത്തുകയുണ്ടായി. അങ്ങനെയാണ് ആ മേഖലയിലേക്ക് വരുന്നത്. തുടരും തീർച്ചയായിട്ടും അത് വളരെ നല്ല ഒരു ശ്ലാഘനീയമായ കാര്യമായിട്ടാണ് നമ്മളുടെ ശ്രോതാക്കൾ മനസ്സിലാക്കുക, നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കുക എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വെറുതെ എഴുതി തൻ്റെ കാര്യങ്ങൾ മാത്രം അറിയിക്കാതെ തനിക്ക് ചുറ്റുമുള്ള എഴുത്തുകാരെ കുറിച്ച്, അവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ രണ്ടു വാക്ക് പറയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു രാഷ്ട്രീയം, അതിൻ്റെ ആ ഈ സ്വഭാവം, അതായത് ഒരു ജനകീയ സ്വഭാവം കൈവരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി ഇദ്ദേഹം ഒരുപാട് സമയം ചിലവഴിച്ചു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. ആറൂണിൻ്റെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, നിങ്ങളതൊക്കെ വായിക്കണം. അതിനെക്കുറിച്ച് നമുക്കിതിൽ തുടർന്ന് പറയാം. പക്ഷേ ഞാൻ അതിൽ കണ്ട മറ്റൊരു സവിശേഷത എന്ന് പറയുമ്പോൾ, അദ്ദേഹം കുറേ എഴുത്തുകാരെ, പ്രത്യേകിച്ച് പുതുതായിട്ടൊക്കെ എഴുത്തുകാർ വരുന്നുണ്ട്, കുറേ പേര് എഴുത്തുകാർ. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ 2024 കുറേ പുസ്തകങ്ങൾ വന്ന കൂട്ടത്തിൽ എനിക്ക് ഒരു പുസ്തകം റിലീസ് ചെയ്യുന്നതിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അത് നജ്ന പുളിക്കമണ്ണിൽ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അത് ഈ ട്രാവലോഗ് തുടക്കമാണ് എഴുത്തിൻ്റെ. അവർ കുറച്ച് പേരുകൂടി യാത്ര ചെയ്തതിൻ്റെ ഒരു പുസ്തകമാണ്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രേരണ കൊണ്ടാണ് ആ കുട്ടി അതിൽ എത്തിച്ചേർന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ അത് അങ്ങനെ ഒരുപാട് പുതിയ എഴുത്തുകാർ വരുന്നുണ്ടെങ്കിലും ഇതിന് ഒരു കഴിവുണ്ട്. ഈ യാത്രയാണ്, ട്രാവലോഗാണെങ്കിലും അത് എഴുതുമ്പോൾ, ഒരു പുതിയ ആൾ എഴുതുമ്പോൾ നമ്മളൊരു പുതിയ എഴുത്തായിട്ട് കാണും. പക്ഷേ നമുക്കതൊരു പുതിയ എഴുത്തായിട്ടല്ല ഞാൻ വായിച്ചപ്പോൾ, അത് പൂർണ്ണമായിട്ടും വായിച്ചില്ല, മിക്കവാറും അതെല്ലാം ഞാൻ ഏകദേശം വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പുതിയ അനുഭവമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ കഴിവുള്ള ആളുകൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ ഒക്കെ കഴിയുന്നുണ്ടെന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇത്തരം എങ്ങനെയാണ് നിങ്ങൾ ഈ ആളുകളെ ഇങ്ങനെ എഴുത്തിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ കഴിവ്? ഇപ്പം നേരത്തേക്കാണെങ്കിൽ പത്രമാധ്യമങ്ങളിൽ എഡിറ്റേഴ്സൊക്കെയാണ് കുറേ ആളുകളെ, എഴുത്തുകാരെ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. ഈവൻ ചന്ദ്രികയിൽ എഴുതിയിട്ടാണ് മുകുന്ദൻ അല്ലെങ്കിൽ MT വരെ വന്നിട്ടുള്ളതെന്ന് പറയപ്പെടുന്നുണ്ട്, നമുക്കറിയാം. അതുപോലെ ഇങ്ങനെ ഇപ്പോൾ പുതിയ കാലത്ത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതിയിട്ടാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ എഴുതുമ്പോൾ അധികം വലിയ അംഗീകാരങ്ങൾ ഉണ്ടാവുന്നില്ല. അതിനൊരു കുറേ കൂടി ട്രസ്റ്റ് വേണം, കാരണം ഒരു എഡിറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ പുസ്തകങ്ങളിലൂടെയും അതല്ലെങ്കിൽ മറ്റ് പ്രസിദ്ധീകരണങ്ങളിലേക്കൊക്കെ കൈപിടിച്ച് കൊണ്ടുവരാൻ എങ്ങനെയാണ് താങ്കൾ അതിലുള്ള ഒരു എഫർട്ട്, താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണത്? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്, ഇഷ്ടപ്പെട്ടൊരു ചോദ്യം. അതിൽ പ്രത്യേകിച്ചും എനിക്ക് പ്രചോദനം നൽകിയത് സോഷ്യൽ മീഡിയ തന്നെയാണ്. പ്രത്യേകിച്ച് ഫേസ്ബുക്കിൻ്റെ ഒരു തരംഗം ഒരു ഘട്ടത്തിൽ നമ്മളേക്ക് വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഒരു നിരീക്ഷണം, അതിൽ സ്വാഭാവികമായും ഒരാൾ പുതിയൊരു പുസ്തകം എഴുതിയാൽ അതിൻ്റെ ഒരു എന്താ പറയുക, ചിലർ കവർ റിലീസ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രകാശനം ഉണ്ടാവും. ഈ ഒരു ഘട്ടത്തിൽ ഞാനത് ഫോളോ ചെയ്തുകൊണ്ട് അവരുമായി കോൺടാക്ട് ചെയ്യുകയും അവരുടെ അവരുടെ പുസ്തകം വാങ്ങി വായിക്കുകയും, അതിൽ ചിലപ്പോൾ നമുക്കറിയാം എല്ലാ പുസ്തകവും മികച്ചതായിരിക്കില്ല, ചിലതിന് ചില പാളിച്ചകളുണ്ടാവും, അത് പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു 200-ലേറെ മലയാളത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന 10-ലേറെ പുസ്തകങ്ങൾ എഴുതിയ, അല്ലെങ്കിൽ കുറച്ച് എണ്ണം കുറഞ്ഞ പുസ്തകങ്ങൾ എഴുതിയ ആളുകളുമായിട്ട് ഞാൻ കോൺടാക്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് ഇവരെ എൻ്റെ പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഷെൽഫി എന്ന പേരിൽ ഒരു കോളം, ആ കോളം ആദ്യം തുടങ്ങുന്നത് ഖത്തറിൽ നിന്ന് പ്രസിദ്ധീകരിച്ച വർത്തമാനത്തിൻ്റെ വാരാന്ത പതിപ്പിൽ. അതിലേകദേശം 100-ലധികം ആളുകളെക്കുറിച്ച് ഇങ്ങനെ വളരെ വിശദമായ ഫീച്ചർ അവരുടെ എഴുത്ത് ജീവിതത്തെ, വായനാ ജീവിതത്തെക്കുറിച്ച് ഞാൻ എഴുതി. അതിനുശേഷം അതേസമയം തന്നെ മലയാള ന്യൂസിലും ഒരുപാട് പേരെക്കുറിച്ച് എഴുതി. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള പുനേവർക്കം സൈനുദ്ദീൻ എന്ന സൈനുദ്ദീനെ കുറിച്ച് ഞാൻ മലയാള ന്യൂസിലാണ് എഴുതിയത്. അങ്ങനെ 200-ലേറെ പ്രതിഭകളെക്കുറിച്ച് ആൾറെഡി ഞാൻ എഴുതി കഴിഞ്ഞു. ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത ആളുകളെക്കുറിച്ചുള്ള പുസ്തക സീരീസ് പിന്നീട് തുടങ്ങി. ഇപ്പോൾ ഈ ഇവിടെ സൂചിപ്പിച്ച പുസ്തകം ഈ വർഷത്തെ ഷാർജ പുസ്തകമേളയിൽ എഴുത്തുകാരുടെ വർത്തമാനങ്ങൾ, അതിൽ 7 പ്രതിഭകളാണ് വരുന്നത്. അതിന് തൊട്ടു മുമ്പ് എഴുത്തുകാരുടെ ആകാശം, അക്ഷരങ്ങളുടെ കടൽ എന്ന പുസ്തകം 2023-ലെ ഷാർജ പുസ്തകോത്സവത്തിൽ പ്രസിദ്ധീകരിച്ചു. അതിലും 8 എഴുത്തുകാരുണ്ട്.
ഇത് ഒരു സീരീസ് ആയിട്ട് ഏകദേശം 25ഓളം പുസ്തകങ്ങളായി വരാൻ ലെറ്റർ വേർഡ് ബുക്സ് നമ്മളോട് കോൺടാക്ട് പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും പ്രതിഭകൾ അവരുടെ ജീവിതം തന്നെയാണ് എഴുത്തുന്നതാണ്. ഒരു പുസ്തകം തന്നെ നമുക്കറിയാം, അത് എഴുതി പൂർത്തീകരിക്കുക, അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള എഫേർട്ട് വലുതാണ്. അപ്പോൾ അവരെ പുറം ലോകത്ത് അറിയിക്കുക. പുതിയ എഴുത്തുകാരെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച നജിന ഉൾപ്പെടെയുള്ള ആളുകൾ, നജിന അവർ 4 പെൺകുട്ടികൾ സ്വന്തമായി, അല്ലെങ്കിൽ 4 പേര് അസർബൈജാനിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അപ്പം നജിനയെ ഞാൻ പരിചയപ്പെടുന്നത് കഴിഞ്ഞ വർഷം യുവത സംഘടിപ്പിച്ച ഷാർജ പുസ്തകമേളയിൽ സംഘടിപ്പിച്ച ഒരു പുസ്തക ആസ്വാദന മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ ആ കുട്ടി എഴുതിയ ഒരു മത്സരത്തിന് എഴുതിയ ഒരു അവരുടെ ഡ്രാഫ്റ്റ്, അല്ലെങ്കിൽ അവരെഴുതിയ മത്സര ഇനം, അത് നമുക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് നമ്മുടെ തന്നെ പുടവയിൽ വന്നു, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നു. അപ്പോൾ അവരോട് നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ അത് എഴുതണമെന്ന് പറഞ്ഞപ്പോൾ അവർ എഴുതി തന്ന സാധനം ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പുസ്തകത്തിനുള്ള മാറ്റർ എന്ന് പറഞ്ഞ പുസ്തകമാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ മേഖലയിൽ താല്പര്യമുള്ള ആളുകളെ കൈപ്പിടിച്ചുയർത്തുക എന്ന അടിസ്ഥാനത്തിലാണ് ഈ ഒരു മേഖലയിലേക്ക് എഴുത്തും അവരുടെ ജീവിതവും എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മാത്രം. ഇപ്പോൾ സൈനുക്കെ പോലെയുള്ള ആളുകൾ, ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പ്രതിഭാധനത, സർഗ സാഹിത്യ രംഗത്ത് അവർ ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ അത് വിലമതിക്കാനാവാത്തതാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു ബഹുമത സമൂഹത്തിൽ മാനവിക സൗഹാർദ്ദപരമായ ഐക്യത രൂപപ്പെടുത്തുന്നതിലുള്ള അവരുടെ സൃഷ്ടികളുടെ പങ്ക്, അത് കഥയായിരുന്നാലും അവരുടെ നോവലായിരുന്നാലും മറ്റ് സൃഷ്ടികളായിരുന്നാലും, അത് വഹിക്കുന്ന പങ്ക് പുറം ലോകത്ത് അറിയിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ ആ ഒരു കോളം തുടരുന്നത്. സത്യത്തിൽ ശ്രീ ഹാറൂൺ കക്കാടിൻ്റെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഒരു ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന പല എഴുത്തുകാരും, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ KN കുഞ്ഞഹമ്മദ്, അദ്ദേഹത്തിൻ്റെ കോളം നമ്മൾ കാണാറുണ്ട്, ഇടപെടൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അദ്ദേഹം പല എഴുത്തുകാരെയും അതിലൂടെ പരിചയപ്പെടുത്താൻ, നമുക്കറിയാത്ത എഴുത്തുകാരെയും അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. അറിയുന്ന എഴുത്തുകാരെ നമുക്ക് ഒന്നുകൂടി റെഫ്രഷ് ചെയ്യാനും അവരുടെ രചനകളെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ആഴ്ത്തി പഠിക്കാനൊക്കെ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട്. PK പാറക്കടവ് അതുപോലെ പലരെയും കൊണ്ടുവരാറുണ്ട്. അങ്ങനെ കുറേ എഴുത്തുകാർ, അശോകൻ, ശരി, അതെ, കുറേ ഇങ്ങനെ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പോലെ തന്നെ ഒരുപക്ഷെ അതിൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഒരു അതിശയോക്തി ആവില്ല. ആയിട്ട് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു അതിശയോക്തി ആവില്ല ശ്രീ ഹാറൂൺ കക്കാടിൻ്റെ പ്രവർത്തനങ്ങളെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും എഴുത്തിലേക്ക്, കാരണം നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ വന്നതോട് കൂടിയിട്ട് പ്രിൻറ്റിങ് കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര തന്നെ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളാണ്. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് യാത്രയിൽ ഒരു പുസ്തകം കൂടെ കൊണ്ടു നടക്കുന്നത്. അതുപോലെ പുസ്തകം കൊണ്ടു നടക്കുന്ന ഒരുപാട്, ഇപ്പോൾ അർഷാദ് ബത്തേരിയാണെങ്കിലും അദ്ദേഹം പുസ്തകം കൊണ്ടു ഒരുപാട്, നിങ്ങളിൽ പലരും, നമ്മളൊക്കെ പലരും കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഡിജിറ്റലിലുപരി ഡിജിറ്റൽ നമുക്ക് വേണം, അതോടൊപ്പം തന്നെ നമുക്ക് പ്രിൻ്റ് കാര്യങ്ങളൊക്കെ വേണം. വായനയ്ക്ക് അതാണ് സുഖം നൽകുന്നത്. പിന്നെ പുതിയ തലമുറ എഴുത്തിലേക്ക് വരുന്നില്ല, വായനയ്ക്ക് വരുന്നില്ല എന്നുള്ള, മലയാളം പോലും പഠിക്കുന്നില്ല എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടോ? അതിനെക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. പുതിയ തലമുറ നമുക്കറിയാം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലാണ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു മെസ്സേജ് ഇപ്പോൾ കിട്ടുന്നു, അതിൻ്റെ ബ്ലൂടിക്ക് വരുന്നോ എന്ന് നോക്കുന്നു. ഇപ്പോൾ ബ്ലൂടിക്ക് വരാതിരിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ വാട്സപ്പിലുള്ള ഈ വളരെ ചുരുങ്ങിയ ഒരു സിസ്റ്റത്തിലേക്ക്, അതുപോലെ റീൽസ് 30 സെക്കൻഡോ, ഇപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസ് 1 മിനിറ്റ് വരെ വന്നു. ഇങ്ങനത്തെ റീൽസിൽ അഭിരമിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത് കുറ്റപ്പെടുത്തല്ല, അതിനൊരു പരിമിതിയുണ്ട്. അവിടെ അറിവിൻ്റെ വാതായനങ്ങൾ തുറക്കുക മാത്രമാണ്, അത് വികസിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും എഴുത്തിലേക്ക് വരുമ്പോൾ ഒരു പുസ്തകമായിരുന്നാലും, ഒന്നുമില്ലെങ്കിൽ രാവിലെ നമ്മൾ വായിക്കുന്ന പത്രമായിരുന്നാലും, അത് വായിക്കുമ്പം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു വലിയ വികസന ആശയമുണ്ട്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ അയാളുടെ ജീവിതത്തെ അത് സ്വാധീനിക്കുന്നു. അയാളുടെ കുടുംബത്തിൽ, അയാളുടെ ജോലിയിൽ, അയാളുടെ മാനുഷിക ബന്ധങ്ങളിൽ, അയാളുടെ സാംസ്കാരിക ഇടപെടലൊക്കെ അത് ബാധിക്കുകയും അത് സ്വാധീനിക്കുകയും പുതിയ ഒരു മനസ്സിൻ്റെ എന്താ പറയുക, സർഗസാഹിത്യത്തിലേക്ക് എനിക്കും എന്തെങ്കിലുമൊക്കെ എഴുതാൻ കഴിയുമോ, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ പിറന്നു വീഴുന്ന മലയാള സാഹിത്യങ്ങളെങ്കിലും ഞാൻ വായിക്കേണ്ടതില്ലേ എന്നൊരു ചിന്തയിൽ വരികയും ഒരുപാട് ആളുകൾ പുതിയ തലമുറയിൽ വായിക്കുന്നുണ്ട്. ഞാനതിന് അനുഭവസ്ഥനാണ്. നമ്മുടെയൊക്കെ സൃഷ്ടികൾ സോഷ്യൽ മീഡിയയിലും പുസ്തകങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾ വായിച്ചിട്ടാണല്ലോ അഭിപ്രായം പറയുക, വായിക്കാതെ അഭിപ്രായം പറയില്ല. ആ നിലയ്ക്ക് പുതിയ തലമുറ അക്ഷരങ്ങളോട് ഒരിക്കലും അന്യം നിന്നിട്ടില്ല. പക്ഷേ ചില ന്യൂജൻ ടെക്നിക്കുകളിൽ, പ്രത്യേകിച്ച് റീലുകളിലും ഈ വാട്സപ്പുകളിലുമൊക്കെ, അല്ലെങ്കിൽ പുതിയ സോഷ്യൽ മീഡിയയിലൊക്കെ അഭിരമിക്കുന്നവർ ഉണ്ടെങ്കിലും അവരും പതിയെ വായനയെ ആസ്വദിക്കണമെങ്കിൽ, ഇപ്പോൾ ഞാൻ സാധാരണ പറയാൾ, എൻ്റെ ഒരു അനുഭവം, ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ നമുക്കുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എൻ്റെ സമാന ചിന്താഗതിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, എഴുത്ത്, വായന, ഇതാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. ഒരു പുസ്തകം മാറി നിന്ന് വായിക്കുക. അപ്പോൾ സാറിനെ സൂചിപ്പിച്ചു ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് യാത്രയിൽ പുസ്തകം കൂടെ കരുതുന്നു. അപ്പോൾ അതൊരു വല്ലാത്ത അനുഭൂതിയാണ്.
അപ്പോൾ നമ്മൾ ഒരു സൃഷ്ടി, ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മളൊരു പുതിയ ജീവിതത്തിലേക്കാണ് പോകുന്നത്. സാധാരണ പുസ്തകം വായിക്കാത്തവർ ഒരു ജീവിതം ജീവിക്കുമ്പോൾ പുസ്തകം വായിക്കുന്ന ഒരാൾ ഒരുപാട് ജീവിതങ്ങളാണ്. കാരണം അതിലൂടെ അയാൾ മനസ്സിലാക്കുന്ന ഒരുപാട് സംസ്കാരങ്ങൾ, സംസ്കൃതികൾ, പൈതൃകങ്ങൾ ഒക്കെ അയാൾ തൊട്ടറിയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ ആ സമൂഹം ഉൽപ്പാദിപ്പിച്ച, ആ സമൂഹത്തിൽ അന്ന് പ്രസിദ്ധീകരിച്ച പത്രപ്രസിദ്ധീകരണങ്ങൾ, ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ മതി, അത് മാത്രം മതി, അതാണ് ചരിത്രം. അപ്പോൾ ആ നിലയ്ക്ക് അത് പുരോഗതിയിലേക്ക് കൊണ്ടുപോകും മനുഷ്യൻ. സത്യത്തിൽ അത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്തായാലും വായിക്കുന്നത് കൊണ്ട് ആണ് അവർ എഴുതുന്നത്, വായിക്കാതെ അവർക്ക് എഴുതാൻ കഴിയില്ല. അപ്പോൾ ഒരുപാട് കുട്ടികളിപ്പോൾ ഇവിടുത്തെ ഷാർജ പുസ്തകമേളയിലാണെങ്കിലും നമ്മൾ കണ്ടു ഒരുപാട് കുട്ടികളുടെ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ റേഡിയോയിൽ വർക്കുന്ന തൻസിയ ആഷിൻ്റെ മകൾ, പിന്നെ അതുപോലെ അനൂജ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഞങ്ങളുടെ പുണ്യകുളത്തുള്ള, അത് 4-5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവർ വെറുതെ എഴുതാൻ കഴിയില്ലല്ലോ, വായിക്കണം എന്താണ് സമകാലീന എഴുത്ത് എന്നൊക്കെ അവർ വായിച്ചിട്ട് തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ അവർ പുസ്തകങ്ങൾ ധാരാളം വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട്, പ്രസിദ്ധീകരണങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എഴുതുന്നത്. ചില മാധ്യമങ്ങളും ഇപ്പോൾ മാതൃഭൂമിയുടെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, എഴുത്തച്ഛൻ പറമ്പിലും അവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ മാതൃഭൂമി ഇങ്ങനെ അതുപോലെ മറ്റു പല പ്രസിദ്ധീകരണ മാധ്യമ ആളുകളെ, വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചിട്ട് അവർക്ക് ഈ പ്രസിദ്ധീകരണങ്ങൾ കൊടുക്കുകയും പത്രങ്ങൾ കൊടുക്കുകയും പഠന കളരിയൊക്കെ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അതുപോലെ ഇതിനോടൊപ്പം തന്നെ ഇതുപോലെ ഉള്ള എഴുത്തുകാർ വളരെ സജീവമായിട്ട് എഴുത്തിലേക്ക് പുതിയ തലമുറ കൊണ്ടുവരണം. വിദ്യാർത്ഥികളാണെങ്കിലും മലയാളം ഇല്ലാത്തടത്ത്, ഇപ്പം എൻ്റെ പേരക്കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ, എൻ്റെ മക്കളൊക്കെ ഇവിടെ UAE പഠിച്ചാണെങ്കിലും ദുബായിൽ പഠിച്ചാണെങ്കിലും അവരെല്ലാം മലയാളം പഠിപ്പിച്ചു. ആ സമയത്ത് പുതിയ കുട്ടികൾക്ക് ഇപ്പോൾ 1ാം ക്ലാസ് മുതലാണ്, ഇപ്പോൾ നഴ്സറിയിലുള്ള കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ മലയാളം ഉണ്ടെന്ന് പറയണം. അപ്പോൾ അത് പഠിക്കും. എല്ലാ രക്ഷിതാക്കളും കുട്ടികൾക്ക് മലയാളം കൂടി പഠിപ്പിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. കാരണം നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളായിട്ട് ഇടപെടുമ്പോൾ ഈ കുട്ടികൾ അകന്ന് നിന്ന് പോകും, ഒറ്റപ്പെട്ടു പോകും. ഈ കുട്ടികൾക്ക് മലയാളം, അതായത് മാതൃഭാഷയാണല്ലോ. നമ്മൾ ഏത് നാട്ടിൽ പോയാലും എവിടെ ജീവിച്ചാലും അവസാനം ചെല്ലുന്നത് നമ്മുടെ നാട്ടിലേക്കല്ല. അങ്ങനെ ഒരു തിരിച്ചുപോക്ക് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടികളെ നമ്മൾ മലയാളം പഠിപ്പിക്കണം. അല്ലെങ്കിൽ പിന്നീട് കുട്ടികൾ അത് ശരിയായില്ല, ഞങ്ങളുടെ മാതാപിതാക്കൾ ചെയ്തൊന്നും ഉണ്ടാവരുത്. എന്താ ആ കാര്യത്തിൽ ശരിയല്ല ശ്രീ ആറുകൂടെ? തീർച്ചയായും നല്ലൊരു നിരീക്ഷണമാണ്. ഇപ്പം മലയാളത്തിൽ കുട്ടികളെ വായിപ്പിക്കാൻ ഒരുപാട് ബാലപ്രസിദ്ധീകരണങ്ങൾ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ യുവതാ ബുക്സിൻ്റെ CEO ആണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു സെഷൻ, ഒരു ഇംപ്രിൻ്റ് തുടങ്ങി. അതിൻ്റെ പേര് തന്നെ പൂമരം ബുക്സ് എന്നാണ്. മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരൻ, കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ നേടിയ ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദാണ് ഞങ്ങളുടെ പൂമരത്തിൻ്റെ ജനറൽ എഡിറ്റർ. അപ്പോൾ അതിന് കീഴിൽ നമ്മൾ 2 സീരീസ് ഇപ്പോൾ ഇറക്കി. കഴിഞ്ഞ വർഷം 10 ബാല ക്ലാസിക് എന്ന പേരിൽ 10 ബാലസാഹിത്യങ്ങൾ, ഉറൂബ്, NP മുഹമ്മദ്, BP മുഹമ്മദ്, CP പള്ളിപ്പുറം, ഡോക്ടർ K ശ്രീകുമാർ തുടങ്ങി പ്രമുഖരായ 10 ആളുകളുടെ ക്ലാസിക് കൃതികൾ കൊണ്ടുവന്നു. ഈ വർഷം ഷാർജ പുസ്തകമേളയിൽ നമ്മൾ അമ്മ മൊഴി എന്ന പേരിൽ 10 ബാലസാഹിത്യം, ഈ 10 ബാലസാഹിത്യവും മലയാളത്തിലെ വളരെ പ്രശസ്തരായ അമ്മമാരായ എഴുത്തുകാർ എഴുതിയ ബാലകൃതികളാണ്. അപ്പോൾ ഒക്കെ ചെറിയ ചെറിയ പുസ്തകമാണ്. പക്ഷേ ആ 10 പുസ്തകം ഒന്നിച്ച് വെച്ച് വായിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്നത് വലിയ ഒരു വിശാലമായ ലോകമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ ഉദാഹരണം പറയുന്നുള്ളൂ. ഞങ്ങൾ ചെയ്തൊരു വർക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് പേര്, ഞാൻ പേര് പറയുന്നില്ല, ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ അടുത്ത കാലത്ത് ബാലസാഹിത്യങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നല്ല നിലയിൽ വായനയിൽ ആളുകൾക്ക്, കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ കീഴിൽ നടക്കുന്ന വായനാ ആസ്വാദന മത്സരം സ്കൂൾ തലങ്ങളിൽ UPയിലുണ്ട്, LPയിലുണ്ട്, ഹൈസ്കൂളിലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇത്തരം കൃതികൾ വായിക്കപ്പെടുകയും മത്സരിക്കുകയും ചെയ്യുന്നതോടുകൂടി കുട്ടികൾ ഒന്നുകൂടി ഇത് സിലബസിൻ്റെ അല്ലെങ്കിൽ അവരുടെ പഠനത്തിൻ്റെ അതുപോലെ പാഠ്യേതര വിഷയങ്ങളുടെ ഭാഗമായി എടുത്തിട്ടുണ്ട്. അതാ നിലയ്ക്ക് വിജയകരമായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു പ്രതിഭയെ, ഹാറൂൺ കക്കാടിനെ പോലെ ഒരു പ്രതിഭയെ കിട്ടിയത് വളരെ നന്നായി. ആ കാര്യത്തിൽ നമുക്ക് ഒരു ചാരിതാർത്ഥ്യമുണ്ട്. നിങ്ങൾക്ക് എൻ്റെ പ്രേക്ഷകർക്കും അതിൽ സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കണം. കാരണം മലയാളത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്, ഭാഷയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. വളരെ നന്ദി ഹാറൂൺ. നമുക്ക് വീണ്ടും ഒരു അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സന്തോഷം. ഓക്കെ, താങ്ക് യു.